നമസ്കാരം. ഒരൊറ്റ പാട്ട് കൊണ്ട് ഗ്ലോബൽ റെക്കഗ്നിഷൻ കിട്ടിയ ഒരുപാട് ആർട്ടിസ്റ്റുകളൊന്നും നമുക്കിടയിലില്ല. ഗംഗ്നം സ്റ്റൈൽ പാടി ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികളുടെ ഇടയിലെ ഹൗസ് ഹോൾഡ് നെയിമായ സായി പോലെ ഒരൊറ്റ പാട്ടുകൊണ്ട് ലോകമെമ്പാടുമുള്ള മലയാളി മൂവി ഗോവേഴ്സിൻ്റെ മനസ്സിൽ കയർപിടിച്ച ഒരു പേരിനുടമയാണ് ഇന്നത്തെ ലെറ്റ്സ് കണക്റ്റിലെ അതിഥി. ലെറ്റ്സ് വെൽക്കം സിംഗർ, സോങ് റൈറ്റർ, കമ്പോസർ, പൈലറ്റ് and a mother to two beautiful children, Anna, Katharina. Swagadam Anna, welcome to Let's Connect. Hi. First of all, thank you so much. Let's Connect ലേക്ക് വന്നതിനും ഞങ്ങളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ സമ്മതിച്ചതിനും. മലയാളി മൂവി ഗോവേഴ്സ് അന്നെ അറിയുന്നത് ഉസ്താദ് ഹോട്ടലിലെ പാട്ടോടെയൊക്കെ ആണെങ്കിലും you always had music in your life. So, when did you realize that music is your identity? I was always a musician. First, നമ്മള് ചില സന്ദർഭങ്ങളിൽ when you fail your exams, especially during your school days, academic days, it hits you that you are a much better musician than a student. And when you perform much better as a musician than any other relationship, you get the feeling that you are a better musician. It's when you fail at every other thing and it keeps reminding you that you're good at this is what you're born for. That's when it hits you that you're a you're a performer. പലയിടത്തും നമ്മൾ തോൽക്കുമ്പോൾ മാത്രമേ മനസ്സിലാകത്തുള്ളൂ ഇതാണ് നമ്മുടെ വിജയം. Keep ignoring that side, you're ignoring one whole world that's inside of you. പക്ഷെ അത് കാരണം നമ്മുടെ സോൺ കണ്ടെത്താൻ പറ്റി എന്നാണ് പറയുന്നത് അല്ലേ? ഇതാണ് എന്റെ തിങ് എന്ന് തിരിച്ചറിയാൻ പറ്റി. അതെ അതെ, ചില സന്ദർഭങ്ങളിൽ നമ്മൾ തോറ്റില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഫീൽഡിലോട്ട് എത്തില്ല. I had a lot of trials and tribulations in my life, but then one thing that kept me going, that was alive, was the musical side, എവിടെ അത് മരിച്ചിട്ടില്ല, അത് അപ്പോഴും ജീവനുണ്ടായിരുന്നു. So I kind of figured that this was beyond something that I could control, that this is my calling. കോളേജ് ലൈഫ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന കോളേജിലുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഒരു മൂലയ്ക്ക് നോക്കിയാൽ മതി, ഒരു ഗിറ്റാർ അവിടെ ഉണ്ടാവുന്നത്. How was your college life? My college life is ഞാൻ പഠിച്ചത് സെൻട്രൽ സാസിലാണ്, എറണാകുളം സെന്റ് തെരേസസ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. അവിടെ ഞാൻ ഡിഗ്രി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷാണ് ഞാൻ സെന്റ് സാസിൽ പഠിച്ചേ. സോ അവിടുത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they encourage you to be more of yourself than what the society wants women to be, especially when it's run by nuns. They encouraged me to be more of the musician, more of the artist that I am. So അതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഞാൻ ക്ലാസ്സിലോ സ്കൂളിലോ കോളേജിലോ ഉണ്ടോ എന്ന് അറിയുന്നത് തന്നെ എന്റെ മൂലയ്ക്ക് ഇരിക്കുന്ന ഗിറ്റാർ നോക്കിയാല അറ്റൻഡൻസ്, റോൾ കോൾ എടുക്കുന്നത്. കോളേജിലുള്ള സമയത്ത് തന്നെ ഇങ്ങനെ സോങ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു, ലൈക്ക് യൂസ് ടു മേക്കപ്പ് സോങ്സ് ഓൺ ദ സ്പോട്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. Yes. ഞങ്ങൾ ഒത്തിരി പെൺപിള്ളാരാ കൂടുതലുള്ളത്. അപ്പം ഞങ്ങള് കുറെ പ്രണയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിപ്പാളുക, അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പ്രണയഗീതങ്ങൾ പാടിക്കൊടുക്കുന്നത് ഞാനായിരുന്നു. ഞാൻ തന്നെ എഴുതും, ഞാൻ തന്നെ കളിയാക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ we used to use our music. അടിപൊളി. Tribemama is an electro pop Afro Funk Artist from Kerala എന്നൊക്കെയാണ് വിക്കിപീഡിയ പറയുന്നത്. പക്ഷേ ഇപ്പോൾ അന്നയുടെ പാട്ടുകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് അതൊരു സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് എനിക്ക് പേഴ്സണലി. അങ്ങനെ ജോണർ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ടോ അന്ന ശരിക്കും? ആക്ച്വലി ഈ ട്രൈബമ ഇലക്ട്രോ ആഫ്രോ സൈഡ് ആരും കേട്ടിട്ടില്ല കേട്ടോ. I happen to be one of those musicians where I have not yet revealed my music. കാരണം ഒരു 6 കൊല്ലമായിട്ട് ഞാൻ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുവാണ്. And my friend, you have not heard my music for you to say that I have given you an overflow of spontaneity or whatever it is. I have not. Karan, no one has heard my music
I have not revealed that side. All you know about Tribemama is what I've revealed. ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞു ഞാനാണ് Tribemama എന്ന്. ഞാൻ തന്നെ എന്റെ ചാനലിൽ ഞാൻ എന്റെ മ്യൂസിക് ഇടും. And it's just I was about to release it during last month, but because of the corona and everything, you know, the pandemic, you know, my plans they took a turn. അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു ഓൺ കമ്പോസിഷനിൽ ഒരെണ്ണം ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഫ്യൂ ലൈൻസ് ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഞാൻ ഒരു 4-5 കൊല്ലം മുമ്പ് I had a band called the Tribe. ഞാൻ പണ്ട് എഴുതിയ പാട്ടുകൾ, I write my music from what I go through, what I experience. So എന്റെ ഈ ഇംഗ്ലീഷ് സംസാരം കേട്ട് ഒത്തിരി പേര് പറയായിരുന്നു എനിക്ക് മലയാളം വലിയ വശമില്ലാന്ന്. പക്ഷെ സിനിമയിൽ മാത്രമല്ല, ഞാൻ അല്ലാതെയും അത്യാവശ്യം മലയാളം എഴുതുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ആൻഡ് Tribe has been a reflection of that persona in me. All my music is available on Spotify. And അതിൽ എനിക്ക് ഏറ്റവും ഞാൻ പാടി നടന്ന ഒരു പാട്ടാണ് നായിക വീരൻ. I wrote that song maybe 10 years ago, I guess now. ഒരു 10 കൊല്ലത്തിന്റെ മേലെയായി ഞാൻ ആ പാട്ട് എഴുതിയിട്ട്. That song I'd like to sing. It's called നായിക വീരൻ. It's there on Spotify. On YouTube, yeah, and it's also available on YouTube. So here goes നായിക വീരൻ. എൻ കൊച്ചു കഥയിലെ രാജകുമാരൻ ജീവകഥയിലെ നായകവീര പടയാളികൾ ഒന്നൊന്നായി വീഴുമ്പോൾ തളരാതെ നീ പൊരുതുവാൻ തുടങ്ങുമ്പോൾ നായകവീര രാജകുമാര നായകവീര രാജകുമാര നായകവീര രാജകുമാര നായകവീര രാജകുമാര. അന്ന, ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്ന് റീഫ്രേസ് ചെയ്യാണ്. വാട്ട്സ് യുവർ സോങ് റൈറ്റിംഗ് സ്റ്റൈൽ? ഇപ്പോൾ ഈ പാടി നായക വീര ഇതിൻ്റെയൊക്കെ ലൈക്ക് ഇൻഫ്ലുവൻസ് എന്താണെന്ന് അറിയാൻ ഒരാഗ്രഹം. School time and all, I used to listen to a lot of Bob Dylan, Bob Marley, Bryan Adams, the big B's in the music field. Bryan Adams had a huge influence on my life. പുള്ളിക്കാരന്റെ വരികളൊക്കെ ഭയങ്കര സിമ്പിൾ ആൻഡ് എക്സ്ട്രീംലി റൊമാൻറ്റിക് ആൻഡ് ഇറ്റ്സ് unapologetic. It's so simple that even a child can sing his songs. So when I wrote Nayaga Veeran, because I was in love at that time, I wanted it to speak volumes, you know, of the love that I had. So if you ask me what is my inspiration would be one of the biggest, greatest poets in the world, like who I consider Bob Dylan. ആണെങ്കിലും അദ്ദേഹത്തിന്റെ വരികൾ വളരെ സിമ്പിൾ ആണ്. And yeah, നായക വീര രാജകുമാര എന്റെ കൊച്ചു കഥയിൽ ഇറ്റ്സ് സോ സിമ്പിൾ. സോ ലൈക്ക് I didn't want ഒത്തിരി കവി എന്തുദ്ദേശിച്ചു എന്ന് അങ്ങനെ ചിന്തിച്ചു ഒന്നും പോരുത്. വെരി സിമ്പിൾ, വെരി ഇമോഷണൽ, like that. Absolutely. ആഫ്രിക്കയിൽ ജീവിച്ചിട്ടുണ്ട്, യു സ്റ്റഡീഡ് ഇൻ ഓസ്ട്രേലിയ, വളർന്നത് കേരളത്തിലുമാണ്. അപ്പോൾ മ്യൂസിക്കിൽ ഈ ഒരു ജീവിതത്തിൽ ഏത് കാലഘട്ടമാണ് മ്യൂസിക്കിനെ ഇപ്പോൾ എന്നയുടെ മ്യൂസിക്കായി പുറത്തു വരുന്ന ഈ മ്യൂസിക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? My Nigerian life. My father used to play a lot of black music to me. And the formative years musically ഒരു ഫൗണ്ടേഷൻ ഇടുന്നത് ആ സമയത്ത്. എൻ്റെ ആദ്യത്തെ മ്യൂസിക് ടീച്ചർ എന്ന് പറയുന്നത് it was a black man. I have a very bad memory. I do not remember his name. My mother would know. He was the one who taught me how to play the piano, and my father used to play a lot of music, especially very deep into reggae and you know, Bob Marley. Karana this Peter Tosh okay, സമയത്ത് African എന്നാ പറയുന്ന royalty ആയിരുന്നു. Their music was so ingrained in the culture. So
I have to say it is my Nigerian period of life. കാരണം എൻ്റെ 5th class വരെ I was in Nigeria, and I went to a Nigerian school in the beginning. It was a French missionary school. അപ്പോൾ അവിടെ was a lot of music. I was exposed to that. And then my father, being the kind of Malayali, being the kind of person that he is, അദ്ദേഹം വളരെ കുറച്ച് മലയാളി അസോസിയേഷൻ അങ്ങനത്തെ ആ ഒരു സെറ്റപ്പിലോട്ട് പോകത്തുള്ളൂ. We had a more global culture, you know, even when we were NRIs. But we would make sure that we'd go to ഓണമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മള് നമ്മുടെ ആ ഫാമിലിയുമായിട്ട് നമ്മുടെ മലയാളി അസോസിയേഷനായിട്ട് എല്ലാവരുമായിട്ട് ചില്ല് ചെയ്യുമായിരുന്നു. But that was just you know, like ഒരു ടൈം സോൺ, ഒരു ടൈം സ്വാപ്പ് ആയിരുന്നു അത്. അവിടെ പെട്ടെന്ന് ചാടി നമ്മള് മലയാളികളാണ്. Otherwise, on a daily basis, I was more a global citizen, and that laid my musical foundation. I have a huge Nigerian African in my life. Okay, just coming back to the time when you came to Australia. ഓസ്ട്രേലിയയിലും പുറം ലോകം അധികം അറിയാത്ത ഒരു മ്യൂസിക് സൈഡ് ഉണ്ട്, ലൈക്ക് ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റിയുടെ അബോറിജിനൽ പീപ്പിൾ എന്ന് നമ്മൾ പറയുന്നത്. അവരുമായിട്ട് എന്തെങ്കിലും കൊളാബറേഷനോ അല്ലെങ്കിൽ did you work with them? Did you learn anything from their music style? ഞാൻ ഓസ്ട്രേലിയ I came to Australia to do my PG. Swinburne University campusലാണ് ഞാൻ എൻ്റെ masters ചെയ്തത്. I did that. I did media and production. And after that, it was just a 1.5-year course. അത് കഴിഞ്ഞ് I was planning with my family what to do, and I somehow got into flying. There was an aptitude test for pilots. ഞാൻ അത് ചുമ്മാ try ചെയ്തു, and I got through, and I got some, you know, discounts with my medicals and all of that. And my father was very supportive. അങ്ങനെ musicians-ഉമായിട്ട് ഞാൻ hang out ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് it was an entirely different life for me in Australia. I was able to explore and get disciplined and trained in Australia. എൻ്റെ കാഴ്ചപ്പാടിനെ കുറെ prune ചെയ്ത്, it's not always about hanging on with musicians. It's a lot about you know, being yourself. I was able to be myself, you know, without people being judged, you know, people being called judgmental. I could fly literally with my mind. Okay. അതും വേണ്ടേ? തീർച്ചയായിട്ടും. Freedom disciplining your thoughts so that it doesn't fly off and you don't lose grip of your thoughts. നമുക്ക് എല്ലാവർക്കും ഒരു ഡിസിപ്ലിൻ വേണം, ചിന്തയിലാണെങ്കിൽ പോലും. അപ്പൊ അതിനൊക്കെ ഒരു ബൗണ്ടറി ഒക്കെ ഇട്ട് ഒന്ന് ഇൻഡിപെൻഡന്റ് ആകാനും ഒരു വ്യക്തിത്വം ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റിയത് എനിക്ക് ഓസ്ട്രേലിയയിൽ വെച്ചാണ്. താങ്ക്സ്. ഇപ്പൊ ജസ്റ്റ് മെൻഷൻ ചെയ്തു ലൈക്ക് ഒരു ഫ്ലൈയിങ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ട്, യു ലേൺ ടു ബിക്കം എ പൈലറ്റ് ടു. അതൊരു സഡൻ ഡിസിഷൻ ആയിരുന്നു, അതോ thought after decision ആയിരുന്നു? ഞാൻ എല്ലാവർക്കും തോന്നും ഞാൻ സഡൻ ആണ്, പക്ഷേ എൻ്റെ I have a lot of friends but my circle is really small. But my very close family always knew that I would fly. കാരണം every time I would tell my family, ഞാൻ എൻ്റെ സ്വന്തം പ്ലെയിനിൽ പറന്നേ ഞാൻ വരത്തുള്ളൂ. സ്വന്തം പ്ലെയിനൊന്നും കിട്ടില്ലേലും പറക്കാൻ പഠിച്ചാലേ സ്വന്തം പ്ലെയിനിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. But I got to a point where, you know, I got myself trained. I loved aircrafts. I love I'm an air sign. I'm a Gemini, so South Australia മൊത്തം ഞാൻ തന്നെത്താനെ ഫ്ലൈ ചെയ്തിട്ടുണ്ട് on my own. എത്ര വർഷം ഉണ്ടായിരുന്നു ഓസ്ട്രേലിയയില്? 3 കൊല്ലം. ഓക്കെ. മുറാബിൻ ഫ്ലൈറ്റ് സെന്ററിലായിരുന്നു. It's close to Melbourne. Muraban Aviation ആണ്, Muraban Aviation Services ആണ് എൻ്റെ academy. My flying school was affiliated with Muraban, but I did all my initial training in Bendigo. It's a beautiful place. It is. I was put up in a family where they owned their own private airbase, and they had a fleet of aircrafts. I was very blessed. And Captain Chris Gobel, he was one of the premier pilots, air commanders in Australia. അപ്പോൾ അവിടെ ഓസ്ട്രേലിയയിലുള്ള സമയത്ത് എന്തെങ്കിലും പെർഫോം ചെയ്തിരുന്നോ ഫോർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി?
ഞങ്ങള് സ്റ്റുഡൻസ് കുറച്ചുപേരുണ്ടായിരുന്നു. എനിക്ക് കുറെ മലയാളി ചേട്ടന്മാരുണ്ടായിരുന്നു. they took care of me. So എവിടെ പോയാലും അച്ഛന്മാര് എവിടെ പോയാലും അവരെന്നെ കൊണ്ടുപോകും. അപ്പൊ അവിടെ എനിക്കൊരു ഗിറ്റാർ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഓൺലൈൻ ഇരുന്ന് ഞാൻ ഗിറ്റാർ വരുത്തിച്ചു. ആ ഗിറ്റാർ വെച്ച് അവര് എന്ത് പരിപാടി ഉണ്ടെങ്കിലും, എന്റെ ബർത്ത്ഡേ ആണേലും ഓണം ആണേലും ഞായറാഴ്ച ദിവസങ്ങൾ, ഫ്രൈഡേസ്, തേഴ്സ്ഡേസ് അങ്ങനെയൊന്നും ഇല്ല. Anytime they wanted music, they would call me and I would sit and play songs and they would actually make me sing Aayiram Kannumai with the guitar. അത് ഞാൻ പാടിയാല് സത്യം പറയാലോ എനിക്ക് തന്നെ ചില സമയത്ത് ചിരി വരും. കാരണം എനിക്ക് ഭയങ്കര വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ആ. എന്നാലും അവരതെല്ലാം ഇരുന്ന് കേട്ട് കൈ കടിച്ച് പ്രോത്സാഹിപ്പിച്ച് പിന്നെ ഇവർക്ക് പാടാൻ വേണ്ടി ഞാൻ ഗിറ്റാർ വായിക്കായിരുന്നു. ആൻഡ് വൺ ഓഫ് മൈ മാസ്റ്റർ പീസസ് there was അല്ലിയമ്പൽ കടവിൽ എന്നായിരിക്കുള്ളൂ. ഞാൻ പാടത്തില്ല, ഞാനത് ഗിറ്റാറിൽ വായിച്ചു കൊടുക്കും. I used to play the chords and they would sing. അങ്ങനത്തെ റിക്വസ്റ്റുകളാണ് കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. അതെ അതെ അതെ, എല്ലാവരുടെയും ഒരു എന്റർടൈൻമെന്റ് ഒരു സാധനം, ഒരു എന്നാ പറയുന്ന ഒരു പീസ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആയിരുന്നു ഞാൻ. 4 പേര് കൂടുന്നിടത്ത് എന്നെ വിളിച്ചിരുന്നു. അവിടെ എനിക്ക് ഗിറ്റാർ വായിച്ച് പാടാൻ. ഓസ്ട്രേലിയയിൽ തന്നെയായിരുന്നെങ്കിലും നമ്മൾ ആ ഫണ്ണൊക്കെ മിസ് ചെയ്തു. ലൈക്ക് ഓക്കെ അന്ന, നമ്മുടെ പ്ലേ ബാക്ക് സിംഗിങ് എക്സ്പീരിയൻസിനെ കുറിച്ച് എത്ര നേരം ഒന്നും സംസാരിച്ചില്ല നമ്മൾ. ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് വിത്ത് അപ്പങ്ങൾ എമ്പാടും ഓഫ് കോഴ്സ്, ആൻഡ് ദെൻ ബാംഗ്ലൂർ ഡേയ്സ് ഹാപ്പൻഡ്. ഗോപി സുന്ദറിൻ്റെ കൂടെയായിരുന്നു 2 മൂവീസും വർക്ക് ചെയ്തത്. അപ്പോൾ അതിനെക്കുറിച്ച് യുവർ എക്സ്പീരിയൻസ്. 2 movies അല്ല, I worked with Gopi Sundar with a lot of other movies. Yes. എനിക്കെല്ലാം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ തിരിച്ചു വന്നു. When I came back, I had a recession and it hit Australia in a very bad way, so I had to come down. When I came down, my dad our family was into hospitality. 2 beachside heritage resorts, so I thought I'll get into the family business. അതൊക്കെ നോക്കി നടത്താന്ന് വിചാരിക്കുന്ന സമയത്താണ് I get a job with Meridian as their PR. So ആ സമയത്തൊക്കെ I used to stay in touch with Sumesh Parikh. He's a very renowned guitarist from South India. He worked with I quit my job and ആ സമയത്ത് ഞാൻ സാറേ ഞാൻ നായകവിരുന്ന് ചെയ്തിട്ടുണ്ട്. I don't think I can continue in this field, in the hospitality industry. I want you to help me bring out the song. അപ്പൊ ഞാനും സുമേഷ് സാറും കൂടി ഇരുന്നാണ് നായിന്റെ ഒരു ടേക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് ഞങ്ങൾ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പം സുമേഷ് സാർ വന്നു, anyway you quit your job Anna. Gopi Sundar, he's into act. He wants a singer. അദ്ദേഹം നാട്ടിലുണ്ട്, ചെന്നൈയിൽ നിന്ന് നാട്ടിൽ വന്നു ഏതോ ഒരു വർക്കിന്. അപ്പം അദ്ദേഹത്തിന്റെ പരസ്യം ഒന്ന് പാടുവോ? അങ്ങനെ ഞാൻ പരസ്യം പാടാൻ. Then I worked with him over many acts and അദ്ദേഹം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒത്തിരി ചെയ്യും മൂവീസിന് വേണ്ടി. സോ റീറെക്കോർഡിംഗ് ആർട്ടിസ്റ്റ് അദ്ദേഹത്തിന്റെ. And I have worked with him a playback singer. I was a re-recording artist. അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഞാൻ പാടിയിട്ടുണ്ട്. In the movies it would have to be Ustad Hotel. അതിനുശേഷം ഞാൻ ലേല, ബാംഗ്ലൂർ ഡേയ്സ്, AB ഈ പടങ്ങളിലൊക്കെ ദുൽഖർ ചിത്രങ്ങളിലും ടിൽ ചാർലി I worked with him. ഈ റീ റെക്കോർഡിങ് ചെയ്യാന്നുള്ളത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ബോൾ ഗെയിം അല്ലേ? കാരണം യു ഹാവ് ടു ഇമോട്ട്. എനിക്ക് തോന്നുന്നത് പ്ലേബാക്ക് സിംഗിനേക്കാളും കുറച്ചുകൂടെ അധികം പേർക്ക് അറിയില്ല അത്, പക്ഷെ വളരെ ഹാർഡാണെന്നുള്ളത്. അതെ, ഇറ്റ്സ് വെരി ഹാർഡ്. I think എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗിങ് culture എന്ന് പറയുന്നത് it would have to be re-recording. കാരണം I'm there throughout the movie. I'm not just a part of a song or some drama. I'm there as a character. And I do my re-recording, and it's been one of my most learning experience. ഒരു മൈക്ക് ഹാൻഡിൽ ചെയ്യുന്ന എങ്ങനെയാ, ഒരു മ്യൂസിക് ഡയറക്ടറിനെ എത്രത്തോളം നമ്മൾ സപ്പോർട്ട് ചെയ്യണം, എത്രത്തോളം നമ്മൾ അങ്ങോട്ട് ക്രിയേറ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ടും റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത്. And it has greatly helped me to be a better performer, better singer. കാരണം ഇതൊക്കെ അൾട്ടിമേറ്റ്ലി എന്നെ എഴുതാനും പാടാനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. Okay, and about your friendship with Dulquer? He's a very wonderful human being. He's friends with everybody, not just me. He has a huge
fan base. He's a part of a big family, which is the movie industry. ഒരു വളരെ എനിക്ക് അദ്ദേഹത്തിനെ വ്യക്തിപരമായിട്ട് അറിയത്തില്ല. I know him with his wife. They've both come and supported when I decided to be an independent artist. ദുൽഖറും അദ്ദേഹത്തിന്റെ ഭാര്യ അമാലും ആണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. And to this day they have extended their support. They're a lovely family. Actually they are the royalty of Malayalam cinema. So അവരൊരു പ്രത്യേക ഒരു there's a different aura about them altogether. That I have experienced. So they're a wonderful family. ഞാൻ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ തമ്മിലൊരു റാപ്പോ വർക്ക് ആയിട്ടുണ്ടല്ലേ, വെദർ ഇറ്റ്സ് ജോണി മോനെ ജോണി, ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ ആണെങ്കിലും എനിക്ക് തോന്നിയത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വർക്ക് ആയതാണോ? ഹൗ വാസ് ഇറ്റ്? സോങ് റൈറ്റിംഗും ചെയ്തിരുന്നു ആ പാട്ടിന് വേണ്ടിയിട്ട്, ഇഫ് ഐ ആം നോട്ട് റോങ്? ജോണി മോനെ ജോണി ഞാൻ ആണ് ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതിയത്. ആൻഡ് ദേ യൂസ് മൈ ലിറിക്സ് ഹിസ് ഫസ്റ്റ് ഡ്രാഫ്റ്റ് വിത്ത് മീ. In that way I'm very what do you say, I think we both have a good working chemistry. അത് ഞാൻ ഗോപിസുന്ദറിന്റെ കൂട്ടത്തിലാണേലും എനിക്ക് ദുൽഖറിന്റെ കൂട്ടത്തിലാണേലും ഞാൻ ഒട്ടുമിക്ക ചെയ്തിട്ടുള്ളത് എനിക്ക് ആ കംഫർട്ടബിലിറ്റി ഉള്ളിടത്തേ ഞാൻ വർക്ക് ചെയ്യാറുള്ളൂ. അതർവൈസ് I fall back. Okay. I do not go with. നേരത്തെ ഒരു ഓൺ കമ്പോസിഷൻ പാടി, താങ്ക് യു. ഈ മൂവിക്ക് വേണ്ടി വർക്ക് ചെയ്ത ലൈക്ക് പ്ലേ ബാക്ക് സിംഗ് ചെയ്തതോ അല്ലെങ്കിൽ റൈറ്റ് ചെയ്തതോ, മൂവിക്ക് വേണ്ടി ചെയ്ത സോങ്സിൽ യുവർ ഫേവറേറ്റ് ഒരു 4 ലൈൻ നമുക്ക് വേണ്ടിയിട്ട്? Everybody knows me through Ustad Hotel. So, and since we last spoke of Dulquer, I like to sing Mail. So I fell in love with that composition. ഞാൻ ആദ്യം ആ പാട്ട് ഞാൻ അപ്പങ്ങൾ എമ്പാടും പാടി ഞാൻ ഓർത്തത് പരസ്യമായിരിക്കുമെന്ന്. കാരണം ഞാൻ ഓർത്തു ഏതെങ്കിലും പുട്ടുപൊടിയുടെയോ എന്റെയൊക്കെയോ പരസ്യമാണ് പാടിയ. ആൻഡ് ആ സമയത്ത് ഇരിക്കുമ്പോഴാണ് മേൽ ഞാൻ കേൾക്കുന്നത്. സാറ് ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ പാടാനൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഐ വുഡ് ഹിയർ ദി സോങ് ബീങ് പ്ലേഡ്. ആൻഡ് നരേഷ് അയ്യർ പാടുന്നതിന് മുമ്പേ ഞാൻ കേട്ട ഡ്രാഫ്റ്റ് വാസ് ഗോപി സുന്ദർ സിംഗിങ് ഇറ്റ്. ആൻഡ് ഹി ഈസ് എ ബ്രില്യന്റ്, ഹി സാങ് ദാറ്റ് സോങ് ലൈക്ക് too good. I fell in love with that song. I kept singing that song. അങ്ങനെയാണ് ഞാൻ ചോദിച്ചു വാങ്ങിച്ച പാട്ടാ അത്. കാരണം ഞാൻ ആ പാട്ട് കോൺസ്റ്റന്റ്ലി പാടുമായിരുന്നു. ഭയങ്കര മെലഡി ലൈൻ, unbelievable composition. It's beautiful. So I'd like to sing that song for you guys. വിണ്ണിലെ ചേക്കേറാ കിളികൾ മേൽ വിണ്ണിലെ ചേക്കേറാ കിളികളായി വന്നേ നാം ഇതിലേ അണയാ ഒന്നിതിലേ ഇതിലേ ഒന്നിതിലേ അണയാ ഒന്നിതിലേ. Thank you so much. No offense to anyone. നമുക്കൊക്കെ ഒരു മാതൃകാ പുരുഷ സ്വരം, മാതൃകാ സ്ത്രീ സ്വരം എന്നൊരു ഫോമാറ്റ് ഫോളോ ചെയ്ത് വരികയായിരുന്നു മലയാളം മ്യൂസിക് ഇൻഡസ്ട്രി. ലൈക്ക് ദാസ് ചേട്ടൻ, ചിത്ര ചേച്ചിയൊക്കെ ഉള്ള സമയത്ത് ഗോപി സുന്ദറിന് താങ്ക്സ് ടു മ്യൂസിക് കമ്പോസേഴ്സ് ലൈക്ക് ഗോപി സുന്ദർ ഒരുപാട് പുതിയ ശബ്ദങ്ങൾ, പുതിയ സൗണ്ടിങ് ഒക്കെ മലയാളം മ്യൂസിക്കിൽ വന്നു തുടങ്ങി. ആൻഡ് വി ഗോട്ട് സിംഗേഴ്സ് ലൈക്ക് യു. സോ അതൊരു വെൽക്കം ചേഞ്ച് ആയിരുന്നു. എന്നോട് ഒത്തിരി പേര് ചോദിച്ചു. I didn't personally think that I'd make it as a playback singer. And this was bonus, playback singing it. You do എന്നാ പറയുന്ന ടൈറ്റിൽ എനിക്ക് വീണ തന്നെ I was very unexpected. And എന്റെ സിംഗിങ്ങിന് ഇങ്ങനെ ഒരു അക്സെപ്റ്റൻസ് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ബട്ട് ഹാറ്റ്സ് ഓഫ് ടു ഗോപി സുന്ദർ, ഹാറ്റ്സ് ഓഫ് ടു പടത്തിന്റെ ഡയറക്ടറും തീരുമാനിക്കണം ഇന്ന ശബ്ദം വേണം, ഇത് കുഴപ്പമില്ല, ഇറ്റ്സ് ന്യൂ,
You know, wouldn't it be strange for my viewers, എൻ്റെ പടം കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ സൗണ്ട് ഒരു ഡിസ്റ്റർബൻസ് ആവോ? അങ്ങനെയൊന്നും ഫീൽ ചെയ്യാതെ പടത്തിന്റെ ആ പ്രൊഡക്ഷൻ ടീം വരെ സപ്പോർട്ടഡ് മൈ മ്യൂസിക്. Initially all of my interviews people were like, Sarigama padichittundo, adu padichittundo, idu padichittundo, and I didn't sound like anybody so far in the industry. Arude oru influence illa, I had no godfather, I had nothing. I just like some random chick just came and sang and left. But I'm glad for the kind of എനിക്ക് സിംഗിങ്ങും എൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് ഒരു തപസ്സാണ്. അപ്പം അതിന് കിട്ടിയ ഒരു ആക്സെപ്റ്റൻസ്, അതിനുവേണ്ടി ഞാനൊരു ചുവട് വെച്ചപ്പം the universe took care of it, took care of my career, took care of my music. The universe made sure that I'm fine, and I have even today, it's been so many years since the movie has been released, the amount of love and acceptance and acknowledgement I receive, ശരിക്കും അതൊരു ഭയങ്കര ദൈവാനുഗ്രഹമാണോ അതോ ഭയങ്കര ഒരു വലിയൊരു യോഗ്യതയാണ് എനിക്ക് തന്നിരിക്കുന്നത്. എനിക്കെല്ലാം ബോണസ് ആട്ടോ അനൂപ്. It's beyond. Well, let me tell you, you deserve every bit of it. You're a true blue musician. Music എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's not like honey voice മാത്രമല്ല, സോൾന്ന് പുറത്തു വരുന്ന, and you're a soulful singer. പാടുന്നതിന് ഒരു മൂഡുണ്ട്. ഐ എം എ വെരി I emote words. I'd like to believe that. കാരണം വരികള് ഒരു രാഗ അല്ല. I don't know how to connect to music through ragas. I connect it through emotions, through the words, through the tune, through the melody, very 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 altogether a different kind of track. What is all actors le pala actors ഉണ്ട്, methodists ഉണ്ട്, then pala techniques ഉപയോഗിക്കുന്ന. I'm one of those singers who use emotions, absolutely. On that note, ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ. ഞാനീയുടെ തൻവിഷ എന്ന് പറഞ്ഞൊരു സിംഗറുടെ ഒരു ചാറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ലൈക്ക് ഷീ സിംഗ് സെവറൽ ലാംഗ്വേജസ്, ഡിഫറെൻറ്റ് ജോണേഴ്സ്, ആഫ്രോ പോപ്പ്, അങ്ങനെ ഒരുപാട് ഇൻഫ്ലുവൻസുകളൊരു സിംഗറാണ്. സൗത്ത് ഇന്ത്യയിൽ ഉള്ള ഏതൊരു ആസ്പയറിംഗ് സിംഗറുടെയും മനസ്സിൽ വരുന്നൊരു ആഗ്രഹമാണ് ലൈക്ക് എ ആർ റഹ്മാന് വേണ്ടി പാടുക എന്നുള്ളത്. അങ്ങനെ ഒരു ചിന്ത അതിനയുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടോ? ഹാവ് യു ട്രൈഡ്? പാടാൻ വിളിച്ചാൽ പോവും. I'll attempt. But അത് ഞങ്ങൾ തമ്മിൽ അത് വർക്ക്ഔട്ട് ആവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. I don't know. റഹ്മാൻ സർ എന്നാ ഈ പറയുന്നത്, അയാളുടെ മുമ്പിൽ വരാനും അങ്ങേരുടെ മുമ്പിൽ ശ്രദ്ധിക്കപ്പെടാനും അതിനും ഒരു യോഗ്യത വേണം, അതിനും ഒരു ഭാഗ്യം വേണം. If that happens, certainly man, I'd enjoy. But and having said that, I am more of a different kind of musician. My focus would be try to bring out my kind of music and my kind of singing, and I would appreciate a musician or a music director who would like to bring that out than me do a copy of whatever he or she has done. ഞാൻ ഒരിക്കലും ഒരു ചീപ്പ് ഇമിറ്റേഷൻ ആകാൻ ആഗ്രഹിക്കുന്നില്ല. സോ അദ്ദേഹത്തിന് ഒരു വലിയ ചാലഞ്ച് ആയിരിക്കും എന്നെ പോലെ ഒരു പാട്ടുകാരെ കൊണ്ട് അദ്ദേഹത്തിന്റെ കോമ്പോസിഷൻ പാടിപ്പിക്കാന്നാണ്. കാരണം ഐ എം ഓൾ ഓവർ ദ പ്ലേസ്. സോ ഞാനും ആ ഡിസിപ്ലിനിൽ എത്തണം, ഒരു യോഗ്യത ഉണ്ടാക്കണം. If that ever happens, man, I'd be so kicked about it. On that note, sorry, നിങ്ങളോട് പാടാൻ പറയാൻ നിങ്ങൾക്ക് പേടി വരത്തില്ലേ? എനിക്കും ഇപ്പൊ ഒരു പേടി. ഇനി വിളിച്ചാലോ ഞാനിത് എങ്ങനെ പോയി പാടും? എന്റെ നാവ് പൊന്നാവട്ടെ, ഉടനെ തന്നെ വിളി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. Before we wind up, about Tribemama, the project that you're working on. Yes. എപ്പോൾ പ്രതീക്ഷിക്കാം? എന്ത് പ്രതീക്ഷിക്കാം? My God, this is such a wonderful question, man. Anup, I'm never going to forget you for asking me this question, because this is a question I've asked myself, but this is the first time I'm going to bring it out in public. Like, Tribemama will come out July 1st week for sure. That's great news. Yeah. ഞാൻ കുറെ കാലമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. ആൻഡ് ഫോർ ദിസ്, ഇഫ് യു ഗോ ബാക്ക് ടു മൈ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ, യു വിൽ ഫൈൻഡ് ഔട്ട് how physically I have transformed, to be Tribemama. Karanam I've had 2 childbirths.
രണ്ട് പിള്ളേരുണ്ട്. I'm a full-time mom, I'm a full-time wife, I'm settled in Kottayam. For all of that, for Tribemama to come out, it has took me 6 years, and you will not be disappointed, my friends. You will not be. കാരണം എൻ്റെ ഈ വ്യക്തിത്വം വരെ ഞാൻ പുള്ളിക്കാരി ഉൾക്കൊണ്ടാണ് ഞാൻ I don't come out like this. കാരണം I'm very shy. I have inhibitions. കാരണം I was very safe and lucky, that I got introduced through Ustad Hotel, but really I'm not that sober, and I'm a little bit of gin and tonic, so for that personality too to come out, I'm very excited for it. July 1st week, Tribemama will come out. She's a very outgoing person. Tribemama has a tribe. She's fearsome. She is very opinionated, and she's not shy, but she's very loyal. So this description gives us so much expectation, and we are sure that you're not going to disappoint us. All the best with your project. Thank you so much for spending all this time with us. Tribemama ഒരു വലിയ സക്സസ് ആവട്ടെ, വിചാരിച്ച പോലെ തന്നെ എല്ലാവരും അത് റിസീവ് ചെയ്യട്ടെ. All the best. Thank you. Take care. Cheers, bye. Bye-bye.